ഹലോ, ഹെൽമാസ് ടൈലറിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഷർട്ട് നമ്മൾ ഓൾട്രേഷൻ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ പിള്ളേർ സാധാരണ ജീൻസിൻ്റെ കൂടെ ഇടാൻ വേണ്ടി നമ്മൾ റെഡിമെയ്ഡ് ഷർട്ട് മേടിക്കുമ്പോൾ ചിലർക്ക് വണ്ണം കൂടി പോകാം, ചിലർക്ക് കൈക്കുഴി കൂടി പോകാം, അങ്ങനെയൊക്കെ പ്രശ്നമുണ്ട്. അപ്പോൾ അങ്ങനെ കൂടുതൽ വരുന്നപ്പോൾ അതായത് നമ്മുടെ ഒറിജിനൽ ഷോൾഡറിനേക്കാളും ഷോൾഡർ കൂടിയോ അല്ലെങ്കിൽ കൈക്കുഴി കൂടിയോ വണ്ണം കൂടിയൊക്കെ വരുമ്പോൾ ഒരു ഷർട്ട് എങ്ങനെയാണ് ക്ലിയർ ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത്. അപ്പോൾ ഈ ഷർട്ടിൻ്റെ ഷോൾഡറിൻ്റെ വീതി എന്ന് പറയുന്നത് 19 ഇഞ്ചാണ്. ആ കൊച്ചിന് ഒറിജിനൽ ഷോൾഡർ 14 ഇഞ്ചേ ഉള്ളൂ. അപ്പം ഈ ഷർട്ടിന്റെ ഷോൾഡർ എന്ന് പറയുന്നത് 19.5 ഇഞ്ചുണ്ട്. അപ്പം അത് 14ലേക്ക് എങ്ങനെയാണ് മാറ്റുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത്. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ഈ കൈ അഴിച്ചെടുക്കണം, ഈ 2 കൈയും അഴിച്ചെടുക്കണം, അതുപോലെ ഈ സൈഡും അഴിച്ചെടുക്കണം. കാരണം നമുക്ക് വണ്ണം കുറയ്ക്കേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇത് അഴിച്ചെടുക്കാം ആദ്യം. അപ്പൊ നമുക്ക് ഇത് അഴിച്ചെടുത്തിട്ട് അടുത്തത് കാണിക്കാം എങ്ങനെയാണെന്നുള്ളത്, വെട്ടി കുറയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ കൈയെല്ലാം അഴിച്ച് സൈഡെല്ലാം അഴിച്ച് അയൺ ചെയ്ത് ചുളുക്കെല്ലാം നിവൃത്തി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എങ്ങനെയാണ് അതിൽ നിന്ന് കൂടുതൽ വന്ന ഷോൾഡർ കട്ട് ചെയ്ത് മാറ്റുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇട്ടിട്ട് കട്ട് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഫ്രണ്ടിലത്തെ കട്ടിങ്ങും പുറകിലത്തെ കട്ടിങ്ങും തമ്മിൽ വ്യത്യാസമുണ്ട് ഷർട്ട് ഇട്ടപ്പോൾ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നിവർത്തിയിടണം. അപ്പോൾ മുന്നും പുറകുമായിട്ട് ഇങ്ങനെ നമുക്ക് നിവർത്തിയിടാം. അപ്പോൾ നമ്മൾ പുറകും മുന്നുമായിട്ട് സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഷോൾഡർ വേണ്ടത്, ആ കൊച്ചിൻ്റെ ഷോൾഡർ 14 ഇഞ്ചാണ്. ഇത് നമുക്ക് ഒറിജിനലായിട്ടുള്ളത് 19.5 ഇഞ്ചുണ്ട്. തലത്തുമ്പ് കൂട്ടിയിട്ട് 20 ഇഞ്ചുണ്ട്. അപ്പം 14 ഇഞ്ചേ നമുക്ക് ഷോൾഡർ ആയിട്ട് വേണ്ടുള്ളൂ. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് കറക്റ്റ് ചെയ്ത് നോക്കാം. 14 ഇഞ്ച് എന്ന് പറയുമ്പോൾ നമുക്ക് 7 ഇഞ്ച് തലത്തുമ്പ് നമുക്ക് 7.5 ഇഞ്ചാണ് ഷോൾഡർ വേണ്ടത്. അപ്പം ഇത്രയും നമുക്ക് ഷോൾഡർ കുറയ്ക്കണം ഇതിൽ നിന്ന്. ഏകദേശം ഒരു 2 ഇഞ്ചോളം നമ്മൾ ഷോൾഡർ ഇതിൽ നിന്ന് വെട്ടിക്കുറയ്ക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കട്ട് ചെയ്ത് നോക്കാം. അപ്പം വണ്ണം നമുക്ക് അടയാളപ്പെടുത്തണം. ആ കൊച്ചിൻ്റെ വണ്ണം 32 ചെസ്റ്റ് വണ്ണം ഉള്ളത്, 28 വേസ്റ്റ് വണ്ണവും. അപ്പം 32ൻ്റെ കൂടെ 4 കൂട്ടുമ്പോൾ 36 വന്നു. അപ്പോൾ 36ൻ്റെ 4 എന്ന് പറയുന്നത് 9 ഇഞ്ചാണ്. നമുക്കിവിടെ ഷർട്ട് ടൈറ്റ് അല്ലാത്തതുകൊണ്ട് നമ്മൾ 1 ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് 10 ഇഞ്ച് എടുത്തു. നമ്മൾ 10 ഇഞ്ച് എല്ലായിടത്തും അടയാളപ്പെടുത്തി. ജീൻസിനിടുന്ന ആയതുകൊണ്ട് നമ്മൾ ഷേപ്പ് അടിക്കുന്നില്ല, നേരെ തന്നെയാണ് അടിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കൈക്കുഴി നമുക്ക് അടയാളപ്പെടുത്തണം. ഇവിടെ 8 ഇഞ്ചാണ് കൈക്കുഴി ഉള്ളത്. നമുക്കിവിടെ 7.5 ഇഞ്ച് കൊടുക്കുന്നത്. നമ്മൾ 1/2 ഇഞ്ച് കുറച്ചാണ് കൊടുക്കുന്നത്, കാരണം വണ്ണം കുറയ്ക്കുമ്പോൾ അതിൻ്റെതായ കുറവ് നമുക്ക് ഇവിടെ വരുത്തണം. 7.5 ഇഞ്ച്. നമ്മളിവിടെ ഷോൾഡർ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിങ്ങനെ താഴേക്ക് നമ്മൾ വരച്ചെടുത്തു, ചതുരം വരച്ചെടുത്തു. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഷോൾഡർ ഇങ്ങനെ അധികം കുഴിച്ചു കൊടുക്കാതെ നമ്മൾ വരുന്ന പോലെ, അതായത് ആം ഹോൾ കർവ് നമുക്ക് 1.5 ഇഞ്ച് വരുന്ന പോലെ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പുറകെ നമ്മൾ അടയാളപ്പെടുത്തി. വണ്ണം എവിടെയാണുള്ളത്. ഇനി നമുക്ക് ഫ്രണ്ട് വശമാണ് അടയാളപ്പെടുത്തേണ്ടത്. ഇവിടെ നമ്മൾ നടുക്ക് നിന്ന് 7.5 ഇഞ്ച് താഴേക്ക്. ഇപ്പം ഇവിടെ നമ്മൾ 10 ഇഞ്ച് തന്നെ അടയാളപ്പെടുത്തണം. ഫ്രണ്ട് വശത്ത് നമ്മൾ വണ്ണം അടയാളപ്പെടുത്തണം. അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. വണ്ണം അടയാളപ്പെടുത്തി നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. എന്നാലേ നമുക്ക് കൈക്കുഴി കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. വണ്ണം കട്ട് ചെയ്തിട്ടുണ്ട്. പുറകുവശത്തെ വണ്ണം കട്ട് ചെയ്യാം. നമ്മളതും കട്ട് ചെയ്തു. ഇനി നമ്മളിത് നമുക്ക് കൃത്യ നടുവ് മടക്കിയിടാം. ഒപ്പം പിടിക്കാം. ഈ താഴെവശം ഒപ്പം വെക്കുക. അതിന് ശേഷം നമ്മൾ ഷോൾഡർ അടയാളപ്പെടുത്തി എവിടെയാണ് നോക്കുക. നമ്മൾ ഷോൾഡർ അടയാളപ്പെടുത്തിയേക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ആ ഷോൾഡർ അടയാളപ്പെടുത്തിയ രീതിയിൽ നമ്മൾ ഇത് കട്ട് ചെയ്യുകയാണ്. ഷോൾഡർ അടയാളപ്പെടുത്തിയതുപോലെ നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം.
നമ്മളങ്ങനെ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഫ്രണ്ട് വശം നമുക്ക് കുറച്ച് കുഴിച്ചു കൊടുക്കണം. അല്ല, പുറകുവശം പോലെയല്ല, ഫ്രണ്ട് നമുക്ക് സാരി ബ്ലൗസും ചുരിദാറും ഒക്കെ കട്ട് ചെയ്യുന്ന പോലെ നമ്മൾ ഷർട്ടിൻ്റെ നമ്മൾ കുഴിച്ച് കട്ട് ചെയ്യണം. അപ്പം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഈ ഷോൾഡറിൽ ഇനി നമ്മളൊന്നും ചെയ്യില്ല, കാരണം നമ്മൾ കറക്റ്റിന് കട്ട് ചെയ്തതാണ്. ഇനി നമ്മൾ ഇവിടെ നിന്ന്, അതായത് ഈ ഷോൾഡർ അടിച്ചെടുത്തുനിന്ന് താഴേക്ക് ഒരു 1/2 ഇഞ്ച് മാറ്റി വരയ്ക്കും. 1/2 ഇഞ്ച് നമ്മൾ മാറ്റി വരയ്ക്കും ഇവിടം വരെ. ഇവിടുന്ന് കാലയിലാണ് തുടങ്ങുന്നത്, അതായത് ഈ ഷോൾഡറിൻ്റെ അവിടുന്ന് 1/4 ഇഞ്ച് തുടങ്ങി ഇവിടെ വരുമ്പോഴത്തേക്ക് 1/2 ഇഞ്ചായി നമ്മളിങ്ങനെ വരച്ചെടുക്കും. എന്നിട്ട് ഫ്രണ്ട് മാത്രം കട്ട് ചെയ്തെടുക്കും. അപ്പൊ നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ കൈ പിടിപ്പിച്ച് സൈഡും അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഷർട്ട് അളവിനനുസരിച്ച് കറക്റ്റ് ആവും. അതിപ്പോൾ ഈ കൈക്കുഴിയിലും അളവിന് വ്യത്യാസം ഉണ്ടാവും. അതായത് സ്ലീവും കൈക്കുഴിയും തമ്മിൽ വ്യത്യാസം ഉണ്ടോ നോക്കണം. നമുക്കിവിടെ വെച്ച് നോക്കാം. അപ്പോൾ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്, അത് നമുക്ക് അടിക്കുമ്പോൾ കറക്റ്റ് ആക്കാം. അപ്പോൾ നമുക്ക് അടിച്ചെടുക്കാം. നമുക്കിനി അടിച്ചു കൊടുക്കാം. കൈ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ നടുക്ക് വശത്ത് നോച്ചിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം കൈ നമുക്ക് അടിക്കാം. കയ്യിൽ നോച്ചുണ്ട്, ആ രണ്ടും കൂടി ചേർത്തിട്ട് നമുക്ക് അടിച്ചു കൊടുക്കാം. കയ്യുടെ നമുക്ക് ഇത്രയും കൂടുതലുണ്ട്, അത് നമുക്ക് വണ്ണം അടിച്ചു വരുമ്പോൾ കറക്റ്റ് ചെയ്യാം. റെഡിമെയ്ഡ് ഷർട്ടിന് നമ്മൾ സാധാരണ തുമ്പൊളിപ്പിച്ചാണ് അടിക്കേണ്ടത്. പക്ഷെ ഇതിപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ അടിച്ചു കൊടുത്തിട്ട് നമ്മൾ ഓവർലോക്ക് ചെയ്ത് കൊടുക്കും. ഓവർലോക്ക് മെഷീനിൽ ഓവർലോക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ വണ്ണം കുറച്ചത് കൊണ്ടാണ് അല്ല സ്ലീവിന്റെ തുണി കുറച്ച് കൂടുതൽ വന്നത്. അടിച്ച വശത്തെ കൈ അടിച്ച വശത്തെ സൈഡും കൂടെ കൂട്ടി വയ്ക്കുക. നമ്മൾ കൈ യോജിപ്പിക്കുമ്പോൾ ഇങ്ങനെ ഈ സൈഡിലേക്ക് ഉണ്ടെന്ന് നമുക്ക് അറ്റാച്ച് ചെയ്ത് വെക്കാം. അത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഓവർലോക്ക് ഇല്ലാത്തവരാണെങ്കിൽ ഈ ചെസ്റ്റ് ഭാഗമൊക്കെ അടിക്കുമ്പോൾ ഉള്ളിലേക്ക് അടിച്ചാൽ മതി. തുമ്പ് ഉള്ളിലേക്ക് അടിച്ചിട്ട് കറക്റ്റ് ചെയ്താൽ മതി. ഓവർലോക്ക് മെഷീൻ ഉണ്ടെങ്കിൽ ഓവർലോക്ക് ചെയ്ത് ഭംഗിയാക്കി എടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ ഓവർലോക്ക് ചെയ്താണ് കറക്റ്റ് ചെയ്യുന്നത്. ഇതിന്റെ വണ്ണം കൂടെ അടിച്ചിട്ട് നമ്മൾ സൈഡെല്ലാം അടിച്ച് ഓവർലോക്ക് കൊടുത്തിട്ടുണ്ട്. കൈയെല്ലാം അടിച്ചു, വണ്ണം അടിച്ചു. ഇനിയിപ്പോൾ നമുക്ക് അടിവശത്ത് നമ്മൾ വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് അത് പൊട്ടിച്ചിരുന്നു, അത് നമുക്ക് കറക്റ്റായിട്ട് അടിച്ചെടുക്കണം. എങ്കിലും നമുക്ക് ഇത് വണ്ണം കുറച്ചതാണെന്നൊക്കെ തിരിയാതിരിക്കുള്ളൂ. ഇപ്രാവശ്യം ഞാൻ അടിച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. നല്ല ഭംഗിയായിട്ട് തന്നെ. ഇതാണ് നമ്മുടെ വണ്ണം കൂട്ടിയ സ്ഥലം. ഇതാണ് നമ്മുടെ വണ്ണം കൂട്ടിയ സ്ഥലം. നമ്മൾ കൃത്യമായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ആ ജോയിന്റ്. അപ്പോൾ ഈ വശവും അതുപോലെ തന്നെ അടിച്ചെടുക്കാം.
അത് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ട് നമ്മൾ അടിച്ചു. അപ്പോൾ നമ്മൾ ഷർട്ടിൻ്റെ ഓൾട്രേഷൻ കഴിഞ്ഞു. ഷോൾഡർ എല്ലാം കറക്റ്റ് ചെയ്ത് കയ്യും അടിച്ചെടുത്ത് നമുക്കിതൊന്ന് തേച്ചെടുക്കണം. എന്നാലേ ഈ സ്റ്റിച്ച് ചെയ്ത ഭാഗം കറക്റ്റായി കിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ ഷർട്ടിൻ്റെ ഓൾട്രേഷൻ കഴിഞ്ഞിട്ടുണ്ട്. വണ്ണമൊക്കെ പെർഫെക്റ്റ് ആയിട്ട് അടിച്ചിട്ടുണ്ട്. അടിവശമാണെങ്കിലും നമുക്ക് മനസ്സിലാകാത്ത രീതിയിൽ നമ്മൾ വണ്ണം കുറച്ചതാണെന്ന് മനസ്സിലാകാത്ത റെഡിമെയ്ഡ് കിട്ടുന്ന പോലെ തന്നെ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ ഷോൾഡർ നമ്മൾ 19 ഇഞ്ചിൽ നിന്നും 14 ഇഞ്ചിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഷർട്ട് ഓൾട്രേഷൻ്റെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വേഗം വരാം. താങ്ക് യു.